ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ കോളേജിലെ ഓണപരിപാടികളൊന്ന് കണ്ടാലോ? അന്നേ ദിവസം കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ ഫ്ലെക്സൊക്കെ കുട്ടികൾ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ 2-3 കോളേജ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓണപരിപാടിയായിരുന്നു. അവിടെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗത്ത് വരക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു പൂക്കളം മുറ്റത്ത് സെറ്റാക്കിയിട്ടുണ്ട്. തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മുറ്റത്തൊരു ചെറിയ പൂക്കളം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് മൊത്തമായിട്ട് കൊടുക്കണില്ല, നിങ്ങൾ തിരുവാതിരക്കളി മുതലൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം കളിച്ച് തിരുവാതിര കഴിഞ്ഞു കേട്ടോ. പിന്നെ വീണ്ടും തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാറും ഇടയ്ക്ക് ചെറുതായിട്ട് മഴ തുള്ളിയിടണതും കാരണം പെട്ടെന്ന് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് തന്നെ വേറെ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും രണ്ടാമത്തെ തിരുവാതിര നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
തിരുവാതിരക്കളി നടക്കുന്ന സമയത്ത് തന്നെ അടുത്ത് തന്നെ ആയിട്ട് കസാരക്കളിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമെന്നുള്ള പേടികൊണ്ടാണ് പെട്ടെന്ന് പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുവാതിരക്കളി കഴിഞ്ഞു, ഇനി കസാരക്കളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കസേരയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ഓരോ ടീംസും വരുന്നുണ്ട്. അപ്പോൾ ആ സമയം തന്നെ അപ്പുറത്ത് മറ്റുള്ള കളികൾക്കുള്ളതൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസേരക്കളിക്ക് ഫസ്റ്റ് ടീം എല്ലാവരും ഒന്ന് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കസേരക്കളി ഇഷ്ടമാണോ? എന്നാൽ ഈ കളി ഒന്ന് കണ്ടോക്കൂ. അങ്ങനെ രണ്ടാൾ മാത്രമായിട്ടോ, ഒരു കസേരയും രണ്ടാൾ മാത്രമായി അങ്ങനെ പാട്ട് വെച്ചിട്ട് അടിപൊളി ഹരത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്ട് നിന്നതും രണ്ടാളും ഒരേ സമയം തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വീണ്ടും ഒരു വട്ടം കൂടി കളിപ്പിക്കണം, ഒരേ സമയം രണ്ടാളും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആരെ മത്സര വിജയിയായിട്ട് പ്രഖ്യാപിക്കാമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ വീണ്ടും ഒരു വട്ടം കൂടിയും അവർ രണ്ടാളും കൂടിയും കളിപ്പിക്കാമെന്ന് പറഞ്ഞത് കാരണം തന്നെ വീണ്ടും അവരെന്നെ ഒന്നും കൂടി കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കണ്ടോക്കൂ, ആര് ജയിക്കും എന്നുള്ള വാശിയോടെ വീണ്ടും കസേരക്കളിയിലേക്ക് അവർ മുഴുകിയിരിക്കുക കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ നല്ല സൗണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി പാട്ട് ഇതിലിടുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ അതിലൊരാൾ വിജയിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത സമയത്ത് പിന്നെ അടുത്ത സ്ഥലത്തായിട്ട് കുപ്പിയിൽ വെള്ളം നിറക്കൽ നടന്നുകൊണ്ടിരിക്കട്ടെ. അത് ആൺകുട്ടികളുടെ മത്സരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളുടെ മത്സരമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ചു തരാം. ഇത് ആൺകുട്ടികളുടെ മത്സരമാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഓടിപ്പിച്ച് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഒരേ സമയം 2-3 പരിപാടി നടക്കുന്നത് കാരണം തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എല്ലാ പരിപാടിയും ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടായിരുന്നു. അന്ന് തന്നെ ലൈവും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ലൈവ് പോയപ്പോൾ കുറേ പരിപാടികളും അങ്ങനെ കണ്ടവരും ഉണ്ടാവും. എല്ലാവരും കുറേ ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലൈവ് ചെയ്യണത്. അപ്പോൾ അവിടെ വെള്ളം നിറക്കുന്നത്, ഇവിടെ അടുത്ത ടീം കസേരക്കളിക്ക് വേണ്ടിയിട്ട് റെഡിയായിട്ട് കസേരക്കളി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടോക്കൂ. അവരുടെ ടീമിൽ 2 മാത്രമായിട്ടോ. അങ്ങനെ ഒരാൾ വിജയിയായി. ഇനി ഫസ്റ്റും സെക്കൻഡും കിട്ടിയവരെ വീണ്ടും 3 കസേര വെച്ചിട്ട് ഇതുപോലെ തന്നെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫൈനലായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. കയ്യൊട്ടുപാട്ടും അതുപോലെ തന്നെ പാട്ടും വൈബും ഒരു പ്രത്യേക ദിവസം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു ഉത്സവങ്ങളായിരിക്കുമല്ലേ ഓണം, പെരുന്നാൾ, അതുപോലത്തെ ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും മിസ് ചെയ്യാതെ നമ്മൾ
ഇതുപോലത്തെ പരിപാടിക്കൊക്കെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മനസ്സിനും കുറേ റിലാക്സ് ആവും, അതുപോലെ തന്നെ നമുക്ക് കുറേ ഒരു സന്തോഷം കിട്ടുന്ന ദിവസങ്ങളായിരിക്കില്ലേ. അങ്ങനെ ഇതാ ഇപ്പോൾ ലേഡീസിൻ്റെ വെള്ളം നിറക്കൽ, കുപ്പിയിൽ വെള്ളം നിറക്കലിൻ്റെ പരിപാടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് ഞങ്ങളെ ടീം ഉണ്ടായിരുന്നു കളിക്കാൻ കേട്ടോ. അതിൽ ഞങ്ങളെ ടീമാർക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓടിച്ചിട്ട് പാവം ഫുള്ള് മഴ പെയ്തതിൻ്റെ വെള്ളമുണ്ട്, ഇവർ വെള്ളം നിറക്കലിൻ്റെ വെള്ളം ഒക്കെ പാടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം വെള്ളത്തിലായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ബോട്ടിലും ഞങ്ങളെ കോളേജിൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ബോട്ടിലാണ് ഫുള്ള് വെള്ളം നിറച്ചിട്ട് അവർക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനില്ലേ, അങ്ങനെ ഈ സെൻട്രലിലുള്ള 2 ടീമും ഞങ്ങളെ കോളേജിലുള്ള ടീം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കിതാ വെള്ളം നിറക്കലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ഇതെടുത്തു. അപ്പോഴാണ് ചാക്കിലോട്ടത്തിൻ്റെ ചാക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നോക്കുമ്പോഴാണ് ഇലയും അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസും ഒക്കെ സെറ്റായിട്ട് ഇതാ ഓരോരുത്തർ സദ്യക്കുള്ള പരിപാടിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ രസവും സാമ്പാറും ഈ അടുത്ത് കൂടെ പോയപ്പോൾ എന്തെന്നില്ലാത്തൊരു സദ്യക്ക് പൂതിയായിട്ടോ. കാരണം അത്ര നല്ല സ്മെല്ലോട് കൂടിയിട്ടായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു, രസത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഓരോ വിഭവങ്ങളും ഇങ്ങനെ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഈ കോളേജിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. ഒരു പ്രത്യേക രസമായിരിക്കും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സദ്യ കഴിച്ച്, അതുപോലെ തന്നെ പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേകം തന്നെ ആയിരിക്കും. പിന്നെ ഇതാ നമ്മളെ പാലട പായസം ഇതാട്ടോ സ്പെഷ്യലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ സെറ്റാക്കുന്നതിൻ്റെ ഇടയിലാണ് സ്പൂൺ റൈസിങ് ഉണ്ടായിരുന്നത്. അതിലും ആദ്യം ആൺകുട്ടികളായിരുന്നു, അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ, അങ്ങനെ പരിപാടിയോട് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് കണ്ടോക്കൂ. അങ്ങനെ ഇതാ ടീസ്പൂൺ റൈസിങ്ങിലൊക്കെ ഇതാ നമ്മളെ പെൺകുട്ടികളെയും പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓടിപ്പിച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് പരിപാടിയുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ നമ്മളെ കോളേജിലൊരു പരിപാടി നടക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പെൺകുട്ടികളും ഒപ്പത്തിനൊപ്പം തന്നെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഓരോ പരിപാടികളും. പിന്നെ ഇതാ അടുത്ത പരിപാടിക്കുള്ള സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു കയറിൽ ഒരു ബിസ്ക്കറ്റാണ് കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നത്. ആ ബിസ്ക്കറ്റ് ചാടി പിടിച്ചിട്ട് കടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇവരെല്ലാവരും കേട്ടോ. ഓരോരുത്തരും അതിങ്ങനെ കടിക്കാനുള്ള അടുത്തെത്തുമ്പോൾ അത് മെല്ലെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വരെ ഒരു തല്ലും പിടിയിലുള്ളൊരു കളിയായിരുന്നു കേട്ടോ. ഈ ബിസ്ക്കറ്റ് ആര് കടിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു ഓരോരുത്തരും കേട്ടോ. അങ്ങനെ ഇതാ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ സദ്യ വിളമ്പണ ഹാളിലൊന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ ഒരുവിധം കൂട്ടാനോളം എല്ലാതും വിളമ്പി സെറ്റാക്കി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മൊത്തമായിട്ട് കൂട്ടാനൊക്കെ സെറ്റാക്കി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓടിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓരോരുത്തരും പ്ലേറ്റിൽ ഓരോന്നും സെറ്റാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കൂട്ടാനും ഉണ്ടായിരുന്ന ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ ഇതാ ആദ്യം തന്നെ നമ്മൾ സാറൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സദ്യ എന്നൊക്കെ സാറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് സദ്യയുടെ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നതിൻ്റെ ഇടയിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു സദ്യ എന്ന് കാണിച്ചു തരിക കേട്ടോ. അങ്ങനെ ആൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആളെ സദ്യ കഴിക്കണ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇതാ എല്ലാവരും ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ ആളുകൾ ഇതാ അഭിപ്രായം പറയാനുണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സദ്യയുടെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ പറയുകയാണ് എനിക്ക് ഈ കൂട്ട ഇഷ്ടമാണ്, എനിക്ക് ഈ കൂട്ട ഇഷ്ടമാണോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കോളേജിലാവുമ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ ഇവൾ പറയുകയാണ് ഞാൻ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്ട് ഇവൾ സദ്യ കഴിച്ചിട്ട് ആക്ഷൻ കാണിച്ചു തരികയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കൂ. ലാസ്റ്റ് ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അതാ ചോറ് കൊടുന്നിട്ട് തരികയാണ്. അപ്പോൾ അതാ ചോറ് കൊടുന്നിട്ട് തന്നു. ഇനി അതിലേക്ക് നല്ല തിക്നെസ് ഉള്ളൊരു സാമ്പാറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ. അങ്ങനെ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഇല തുടച്ച് മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സദ്യയുടെ കാര്യങ്ങളൊക്കെ ഇനി കൂടുതലായിട്ട് പറയുന്നതായിരുന്നു വേണ്ടിയില്ലല്ലേ. അവസാനം ഇതാ നമുക്ക് പാലട പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചു, സദ്യയും പരിപാടികളൊക്കെ ഉഷാറായി. ഇപ്പോൾ ഇതാ ഞങ്ങൾ കോളേജിലെ മൊത്തം പരിപാടി ഒന്ന് ഓടിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൽ കുറേ പരിപാടികൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരേ സമയം തന്നെ പരിപാടി മുഴുവനായിട്ട് നടക്കണോണ്ട് കേട്ടോ. ഈ പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കലാശക്കൊട്ടോടെ കൂടി തന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിച്ചു.